ഇനിയിപ്പോൾ അങ്ങോട്ട് റമദാൻ വ്ളോഗൊക്കെ ഇട്ട് പോയാലോ എന്നുള്ളൊരു ആലോചനയിലാണ് ഞാൻ. എന്തായാലും പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്നാണെങ്കിൽ നല്ല ലേറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചിക്കനൊക്കെ ഞാൻ കുക്കറിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഗരം മസാലയും കുരുമുളക് പൊടി ചെറിയൊരു സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ കൂട്ടിയിട്ടാട്ടോ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചത്. നമുക്കൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് സ്പൈസസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കിഴങ്ങൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയാക്കി അതിൻ്റെ അകത്തോട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് അടച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കലുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. നമുക്ക് അപ്പത്തിനും പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ ഇത് കൂട്ടി നല്ലപോലെ നമുക്ക് ഇങ്ങോട്ട് കഴിക്കാമെന്ന്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ. നല്ലപോലെ ഒന്ന് വഴറ്റി സെറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ലപോലെ ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റ് ഉണ്ട് കേട്ടോ, വളരെ കുറച്ചുള്ളൂ. അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇരിക്കട്ടെ. അങ്ങോട്ട് കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനും കൂടെ അങ്ങോട്ട് തട്ടി കുറച്ച് തേങ്ങ ചുരണ്ടി അതിൻ്റെ അകത്തുനിന്ന് ഒന്നാം പാലും രണ്ടാം പാലൊക്കെ എടുത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ രണ്ടാം പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ അങ്ങ് മൂടി വെച്ചിട്ട് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് അങ്ങോട്ട് വരട്ടെ. അങ്ങനെ തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് നല്ലപോലെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ക്യാഷും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് എന്താണ് കുറച്ച് ഒന്ന് വറവൊക്കെ ഇടാം. അപ്പോഴേക്കും ആ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. അതങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എല്ലാം സ്പീഡായിട്ടാണല്ലോ ചെയ്യുന്നത്. ഇനി കുറച്ച് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിലാണ്. കിഴങ്ങൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടെ കരിക്ക് ഷെയ്ക്ക് അടിക്കണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പം അതൊക്കെ ഒരു സൈഡിൽ കൂടെ പെട്ടെന്ന് പരിപാടികളൊക്കെ ഇങ്ങനെ നടക്കണം കേട്ടോ. നല്ല തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കട്ട്ലേറ്റിനുള്ള കൂട്ടൊക്കെ അതേ റെഡി ആയിട്ടുണ്ട്. കുറച്ച് പഞ്ചസാരയും പാലും കുറച്ച് ഒരു ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ലപോലെ അടിച്ചെടുത്തപ്പം സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കട്ട്ലേറ്റിൻ്റെ പരിപാടിയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാം കൂടെ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കട്ട്ലേറ്റ് എല്ലാം തന്നെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മുരുമുരാന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. നല്ല രസമാണ് ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി. അങ്ങനെ വളരെ തിരക്ക് പിടിച്ച് തന്നെ എല്ലാ പണികളൊക്കെ ഏകദേശം ഒതുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ പാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അതെല്ലാം തന്നെ സൈഡിൽ കൂടെ കഴുകലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അപ്പവും സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ അപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഞാൻ എടുത്ത് പോയി നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്താവോ എന്തോ അതിൻ്റെ ടെൻഷൻ വേറെ. അപ്പോൾ അതെ അടുത്തൊരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാൻ വന്നിട്ടുണ്ട്. കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അതാണ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ക്രംസ് എടുത്ത് കുറച്ച് ബാലൻസ് ഉണ്ട്. അതൊക്കെ ഫ്രിഡ്ജിലാക്കണം. നെക്സ്റ്റ് ഡേക്ക് എടുക്കാമല്ലോ. ഇനി കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുകയാണ്. ഇനിയിപ്പോൾ അധികം അങ്ങനെ സമയമൊന്നുമില്ല. അപ്പോൾ അതേ ബാലൻസ് വന്ന തേങ്ങ അങ്ങനെയൊക്കെ എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ക്ലീനിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതേ അവിടെ ഇരിക്കുന്നുണ്ട് ആ ഒരു ഡിഷിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് അതായത് സ്ഥലങ്ങളിലൊക്കെ വെക്കണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പമൊക്കെ ഓരോന്ന് ചുട്ടെടുത്ത് അങ്ങോട്ട് കാസറോളിൽ മാറ്റി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കുഞ്ഞ് ട്രൈപോഡ് ഇപ്പോഴാട്ടോ കണ്ടു കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോയ്ക്ക് ഇതേ വളരെ ഹെൽപ്ഫുള്ളായിട്ട് അങ്ങനെ അങ്ങ് തോന്നി. പക്ഷേ അധികം സന്തോഷം അങ്ങോട്ട് നിലനിന്നില്ലെന്ന് മാത്രമല്ല, ആ ട്രൈപോഡ് നൈസായിട്ട് വീണ് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ പുതിയതൊരെണ്ണം വാങ്ങണം. പക്ഷേ ഈ ഒരു പാത്രങ്ങളൊക്കെ കഴുകാൻ നേരത്തും ഒക്കെ ആണെങ്കിലും എനിക്കിത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ടോ. അതിന് മുന്നേ ഞാൻ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് പയ്യെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്തു പോകുന്നത്. എന്തൊരു പാടായിരുന്നു. കിച്ചണിൽ പാത്രങ്ങളുടെ ഇടയിൽ വെച്ചതുകൊണ്ട് തന്നെ അത് എങ്ങനെയൊക്കെയോ നിലത്ത് അടിയിട്ടുണ്ടായിട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒന്നുകൂടെ നിലത്ത് അടി അങ്ങനെ നൈസായിട്ട് അതൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കൊരു പുതിയതൊരെണ്ണം വാങ്ങാം. പിന്നെ അതേ ഭയങ്കര സ്പീഡിൽ തന്നെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകുന്നുണ്ട് എന്ന് വിചാരിക്കേണ്ട. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിഷ് ഉള്ളത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ. വളരെ ഹെൽപ്ഫുള്ളാണ്. കുറേ പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം കഴുകി വെച്ചതുകൊണ്ട് തന്നെ അധികമൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ പണികളൊക്കെ അങ്ങ് തീർത്ത് പോകാമെന്ന് കരുതി. അങ്ങനെ പാത്രം കഴുകലൊക്കെ നല്ല കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പരിപാടിയൊക്കെ അങ്ങ് തീർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം തന്നെ ധൃതി പിടിച്ചാണ് ചെയ്യുന്നത്. എന്തായാലും സമയമൊക്കെ ഇതേ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ലാസ്റ്റ് പാത്രങ്ങളും കൂടെ കഴുകി കഴിഞ്ഞപ്പം സന്തോഷം. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് അങ്ങോട്ട് പോകാം. കുറച്ച് വെള്ളമൊക്കെ അവിടെ കിടക്കുന്നുള്ളതുകൊണ്ട് അതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് ഇതേ മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുടാം. അങ്ങനെ അപ്പത്തിനുള്ള മാവ് വലിയ കുഴപ്പമില്ലാണ്ട് സൂപ്പറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ തിരക്കേടില്ല. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് ചുട്ടെടുത്ത് കാസറോളിൽ അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് കഴിയുകയും ചെയ്യും. ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ അതെല്ലാം അങ്ങ് തീർത്ത് വയ്ക്കുകയാണെങ്കിൽ സമാധാനമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചുട്ടെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീക്കിലി ഒരു തവണയെങ്കിലും ഉണ്ടാക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരാൾക്ക് പറ്റണില്ല. അപ്പോൾ അപ്പം ചുടാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചത്
വെച്ചതാണ് കേട്ടോ. എന്നാൽ പിന്നെ ചെറുതായിട്ടൊരു എളുപ്പപ്പണിയാണെന്ന് തോന്നുന്നു പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും. നോമ്പ് തുറക്കാൻ ഞങ്ങൾ രണ്ടാളും പിന്നെ സുഹൈലും കൂടെയാണ് കേട്ടോ ഉള്ളത്. അപ്പം അങ്ങനെ നമ്മൾ 3 പേർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെയാണ് ഞാൻ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ പള്ളിയിലൊക്കെ പോയി നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വരികയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ അവിടെ നോമ്പ് തുറയും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ തനിയേ ആയിരിക്കും കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന ഫുഡ് കഴിക്കലൊക്കെ കണക്കാം. പിന്നെ സുഹൈലുള്ള ഫുഡ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തങ്ങോട്ട് വിടും. പിന്നെ ഇടയത്താഴത്തിനുള്ള ഫുഡൊക്കെ ആയിട്ട് നമ്മളങ്ങനെ കഴിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു നോമ്പ് തുറയ്ക്കുള്ള വിഭവങ്ങളൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് എണ്ണക്കടികളോ കാര്യങ്ങളോ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്നു. കരിക്കിൻ്റെ ജ്യൂസ്, കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കുറച്ച് അലങ്കോലപ്പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. രസമായിട്ടുണ്ടല്ലേ. അത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കാനുള്ള തേങ്ങയും ബ്രെഡ് ക്രംസിൻ്റെ ഇതും എല്ലാം തന്നെ ഞാൻ എടുത്തത് അങ്ങനെ തന്നെ കയ്യോടെ ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം പണികളൊക്കെ കിച്ചണിൽ അങ്ങോട്ട് കഴിച്ചങ്ങ് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സമയം അങ്ങനെ കിട്ടുമല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ ഒരുവിധം എല്ലാ പണിയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഗൈസ് ഇന്ന് പള്ളിയിൽ നോമ്പ് തുറയുണ്ട്, അവിടെ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കഴിച്ചിട്ട് പിന്നെ വൈകി കടയക്കടച്ചതിന് ശേഷമാണ് വരത്തുള്ളൂ എന്ന്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ്. അപ്പോൾ ഓക്കെ ബൈ.